1, 2, 3, let's get it. Never met another that could do it like I did it. First things first, I secured the bag. I'm so fly and my jet don't lag. I get to the bag every single day. 25/8 on the go, on the lay. No delay, I always get my way. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്തോനേഷ്യയിലെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്, അതേപോലെ ഒരുപാട് നമ്മൾ പങ്കുവെച്ചും കഴിഞ്ഞു. സോ നിങ്ങൾ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച് ക്ലബ് ഇൻ ദ വേൾഡ്, അതായത് നമ്മുടെ ഫിൻസ് ക്ലബിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നുണ്ട്. അതേപോലെ നമ്മൾ ബീച്ച് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിലേക്ക് പോകുന്നുണ്ട്, സെമന്യാക് ബീച്ചിലേക്ക് പോകുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മളുടെ ബാലിയിലെ നൈറ്റ് ലൈഫ് ആണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ബാലിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്തോനേഷ്യയിലെ നൈറ്റ് ലൈഫ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടാൽ മനസ്സിലാവും. സോ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ഇരുന്ന് കണ്ടോളൂ, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. സോ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു നൈറ്റ് 7:30 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ. നമ്മൾ റൂമിലെത്തി ഫ്രഷ്നപ്പായി, പിന്നെ എന്താ പറയുക, കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ആണ് നമ്മൾ നൈറ്റിലൊന്ന് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ പാക്കേജിൽ ഓൾറെഡി നൈറ്റിലുള്ള ഈ ഒരു നൈറ്റ് ലൈഫ് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് അല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കളർഫുൾ ആണ് നമ്മുടെ ബാലിയിലെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാലിയിൽ എല്ലാ പ്ലേസസും ഇങ്ങനെയല്ല കേട്ടോ. ബാലിയിൽ ഒരുപാട് കൈൻഡ് ഓഫ് പ്ലേസസ് ഉണ്ട്, ലൈക്ക് സെമന്യാക്ക്, കുട്ട, ഉബുദ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാങ്കോ, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് വൈബ്സ് ആണ്. അതിൽ സെമന്യാക്ക്, കുട്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസസിലൊക്കെയാണ് നമുക്ക് നൈറ്റ് ലൈഫ് കാണാൻ പറ്റുള്ളൂ. ഉബുദൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വില്ലേജ് ആണ്, അവിടെ നൈറ്റ് ലൈഫ് ഒക്കെ കുറവാണ്. അങ്ങനെ നമ്മൾ സെമന്യാക്ക് ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അവിടെ ഇറങ്ങി വിസിറ്റ് ചെയ്ത് പക്ഷെങ്കിൽ വീഡിയോ എടുത്തില്ല. ബിക്കോസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിലാവുമ്പോൾ നമുക്ക് ബീച്ച് ഒന്നും കാണാനില്ല. നമ്മൾ ഈ വീഡിയോ എടുത്താൽ പോലും നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ല. സോ നമ്മൾ അതിന് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മളൊരു മോളിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബീച്ച് വാക്ക് മോളാണ്. അതായത് ഒരു എന്താ പറയുക, ബീച്ച് സൈഡ് തന്നെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല അധികം ക്രൗഡഡ് ആയിട്ട് കുറേ ഫോറിനേഴ്സും അല്ലെങ്കിൽ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു മോളാണിത്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതാ നമ്മൾ ബീച്ച് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോളിലാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല എസ്തെറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് അവരിതിനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്തത്. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളെ നോർമൽ മോള് പോലെയല്ല, നമുക്ക് ചെറുതായിട്ടൊരു ബാഗ് ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ നമ്മളെ ഉള്ളിലേക്ക് അലോ ചെയ്യുള്ളൂ. കയറി വരുമ്പോൾ തന്നെ ഇതേ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് ഒന്നും കൂടി ഭംഗിയുണ്ടെന്ന് എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നു. ആസ് യൂഷ്വൽ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. അത് ഇവിടെയും നമ്മൾ ചെയ്യുന്നു. അതായത് എവിടെ പോയാലും നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാണ്ട് പറ്റില്ലല്ലോ, കാരണം ഇതൊക്കെ നമ്മളെ മെമ്മറീസ് ആണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ ചുറ്റി കാണാൻ ഒരുപാട് കാൻഡിലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നില്ല, ഫുൾ ഓഫ് കാൻഡീസ്. അത് കാണാൻ തന്നെ ഭയങ്കര, അതായത് നമ്മളെ കുട്ടികൾ അല്ലെങ്കിൽ കിഡ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവർ എല്ലാ കൈൻഡ് ഓഫ് സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ട്. ലൈക്ക് നമ്മളിപ്പോൾ മോളുടെ ടോപ്പ് വ്യൂ എന്ന് നോക്കുമ്പോഴും സൈഡ് വ്യൂ എന്ന് നോക്കുമ്പോഴും എവിടെ നിന്ന് നോക്കിയാലും നമ്മളെ കണ്ണ് ഫസ്റ്റ് ഈ ഷോപ്പിലേക്ക് പോകട്ടോ. ബിക്കോസ് അവർ അങ്ങനെയാണ് അതിനെ, ഇറ്റ്സ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് തോന്നുന്നത്. നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മളെ കണ്ണ് അവിടെ.
പിന്നെ അവിടെ ഒരുപാട് ഫോട്ടോ സ്പോട്ട് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ആസ് യൂഷ്വൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ അവിടെയൊക്കെ നമ്മളൊന്ന് സ്റ്റക്ക് ആവുമല്ലോ. ഫോട്ടോസും വീഡിയോസും ഇല്ലാണ്ട് നമുക്ക് കാണുമ്പോൾ വരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടെ കുറച്ചൊക്കെ മോളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് നമ്മൾ ആസ്വദിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ കണ്ടാൽ മനസ്സിലാവട്ടെ ഞാൻ പറഞ്ഞത് എത്രത്തോളം ട്രൂത്ത് എന്നുള്ളത്. അത്രക്ക് ഭംഗിയായിരുന്നു. ഇതാണ് അവിടുത്തെ റൂഫ് ടോപ്പ് വ്യൂ. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ റൂഫ് ടോപ്പിൽ വന്നിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കപ്പിളായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. നല്ല എന്താ പറയുക, നല്ല നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് ടൈം അവിടെ ഇരിക്കാൻ തോന്നും. ലൈക്ക് നമുക്ക് ടൈം പോണതേ അറിയില്ല. അവിടെ അത്യാവശ്യം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത്, കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടൈം പോണത് അറിയില്ല കേട്ടോ. സോ അവിടുന്ന് നമ്മൾ ഒരു 9:30 10 o'clock ഒക്കെ ആകുമ്പോൾ ഇറങ്ങി. കാരണം നമുക്കിനി ബീച്ച് ക്ലബായിട്ടുള്ള നമ്മൾക്ക് ബാലിയിൽ പോകുമ്പോൾ നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ട് നമ്മൾ കണ്ടിരുന്ന പ്ലേസ് ആണ് ബീച്ച് ക്ലബ്, അതായത് നമ്മളെ ഫിൻസ് ബീച്ച് ക്ലബ് കേട്ടോ. സോ അവിടേക്കാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോകുന്നുള്ളത്. അങ്ങനെ ഗൈസ് നമ്മളിതാ ഫിൻസ് ക്ലബിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിൻസ് ക്ലബിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ സറൗണ്ടിങ്സിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഫിൻസിൻ്റെ ആ ഒരു വൈബ് വരും. കാരണം എന്താ പറയുക, മ്യൂസിക് അത്രക്കാണ്. ലൈക്ക് എന്താ പറയുക, നമുക്ക് അതിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മളെ ബോഡിയിലൊരു വൈബ്രേഷൻ ഒക്കെ വരും കേട്ടോ. അത്രക്ക് അടിപൊളിയായിരുന്നു നമ്മളെ ഈ ഒരു ബീച്ച് ക്ലബ്ബ്, അതായത് നമ്മുടെ ഫിൻസ് ക്ലബ്. ഇവിടെയും ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്കിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക് വാട്ടർ ബോട്ടിലൊക്കെ അലൗഡ് അല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ, കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ നമ്മളെ ഫിൻസ് ക്ലബിൽ എൻട്രി ആയിട്ടുണ്ട്. 1, 2, 3, let's get it. Never met another that could do it like I did it. First things first, I secured the bag. I'm so I think ഇവിടുത്തെ ടൈമിംഗ് 12:30 വരെയാണ് നൈറ്റിൽ. നമ്മളൊരു 10:30 ഒക്കെ ആയിരുന്ന ടൈമിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ബീച്ച് ക്ലബിൻ്റെ, അതായത് നമ്മളെ ഫിൻസ് ക്ലബിൻ്റെ ആ ഒരു വൈബ് കേട്ടോ. മൊത്തത്തിൽ ക്രൗഡ് ആയിരുന്നു. ഫുൾ ഓഫ് ലൈറ്റ്സ്, വെറൈറ്റീസ് ഓഫ് ലൈറ്റ്സ്, പല കൈൻഡ് ഓഫ് കളേഴ്സിലുള്ള ലൈറ്റ്സ്. ഒരുപാട് പാർട്ടീസ് നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഏരിയ ആണ്, അവിടെ ഓരോരോ പാർട്ടീസ് നടക്കുന്നുണ്ട്. എവിടെ പോയാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇതേപോലെ കാണുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് ഓരോരോ ഏരിയയിൽ ഉണ്ടാവുക. 1, 2, 3, let's get it. Never met another that could do it like I did it. First things first, I secured the bag. I'm so fly and my jet don't lag. I get to the bag every single day. 25/8 on the go, on the lay. No delay. I always get my way and I look so good. I be looking like that. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടത്, നമ്മൾ വൺസ് ഫിൻസ് ക്ലബിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇറങ്ങാൻ തോന്നൂല. അതുകൊണ്ടാണ് തോന്നുന്നു മോസ്റ്റ്ലി കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് ബാലിയിലേക്ക് 3-4 ടൈംസ് ഒക്കെ പിന്നെയും നമുക്ക് പോകാൻ തോന്നുന്നത്. ബിക്കോസ് ഓഫ് എന്താ പറയുക, നമ്മളെ ഈ ഒരു ഫിൻസ് ക്ലബ്ബ് അല്ലെങ്കിൽ ഇങ്ങനെ കൈൻഡ് ഓഫ് ഉള്ള ബീച്ച് ക്ലബ്സിലൊക്കെ നമുക്ക് പിന്നെയും പോകാനും തോന്നും. അതേപോലെ തന്നെ പോയിട്ട് നമുക്ക് വരാനും തോന്നുമല്ലോ കേട്ടോ. അത്രയ്ക്ക് എന്തോ ഒരു നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു എലമെൻറ്റ് അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. നമ്മളൊരു 12 o'clock ആകുമ്പോൾ ഇറങ്ങണം എന്നുള്ള മെൻറ്റാലിറ്റിയിലായിരുന്നു. കാരണം ഒരു 12:30 ആകുമ്പോൾ ഇത്രയും ക്രൗഡഡ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുള്ളി ബ്ലോക്ക് ആവും നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് റിട്ടേൺ അവിടെ എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ ഒരു 12 o'clock ആകുമ്പോൾ നമ്മൾ ഇറങ്ങണം എന്ന് വിചാരിച്ചു. ഈ
ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ VIP ഒക്കെ അവരിങ്ങനെ ആൽക്കഹോൾ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെയുള്ളൊരു എൻട്രി കൊടുക്കട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു എൻട്രീസ് കാണുമ്പോൾ എല്ലാവരും നോക്കി നോക്കും. 1, 2, 3, let's get it. Never met another that could do it like I did it. First things first, I secured the bag. I'm so fly and my jet don't lag. I get to the bag every single day. 25/8 on the go, on the lay. No delay. I always get my way and I look so good. I be looking like bang. 100, 200, 300, yeah. 1, 2, 3, let's get it. Never met another that could do it like I did it. First things first, I secured the bag. I'm so fly and my jet don't lag. I get to the bag every single day. 25. അപ്പം നിങ്ങളൊക്കെ ബാലിയിൽ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ കൈൻഡ് ഓഫ് വൈബുകൾ, അതായത് നമ്മുടെ ഈ ഒരു പാർട്ടി ലൈറ്റ് മ്യൂസിക് വൈബ്, നമ്മളൊരു പബ്ബ് വൈബൊക്കെ ഇഷ്ടമാവുകയാണ് അല്ലെങ്കിൽ ക്ലബ്ബ് വൈബൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വൺസ് എങ്കിലും നിങ്ങൾ ഈ ഫിൻസ് ക്ലബ്ബ് എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. സോ നമ്മളൊരു 12 o'clock ആകുമ്പം അവിടെ നിന്ന് പോവാണ്, എക്സിറ്റ് അടിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി റഷ് ആവും അല്ലെങ്കിൽ ക്രൗഡ് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുറത്ത് കിടക്കൽ കുറച്ചൊരു ടാസ്ക് ആവും. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ഫിൻസ് ക്ലബിനോട് വിട പറയാണ് കേട്ടോ. ഒരുപാട് നല്ല മെമ്മറീസും മൊമെൻറ്റ്സൊക്കെ നമുക്ക് ഫിൻസ് ക്ലബ്ബ് തന്നു. ദെൻ നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവാണ്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ ബാക്ക് ടു റൂമാണ്. സോ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇതുപോലുള്ള അടിപൊളി അനന്തര വിശേഷങ്ങളായിട്ട് ഫ്രം ഇന്തോനേഷ്യ വരുന്നതാണ്. സോ നിങ്ങൾ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ. സോ ടിൽ ദെൻ ബൈ ബൈ.